ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് പഴവും ഈത്തപ്പഴവും വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഷേക്കാണ്. നമുക്ക് ഭയങ്കര ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഷേക്കാണ്. നോമ്പാലത്തൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഷേക്കാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകണ മുമ്പ് എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിനായിട്ട് ഞാനിവിടെ 2 പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നിങ്ങൾ പഴുത്ത പഴം തന്നെ എടുക്കാൻ നോക്കുക. പിന്നെ ഈത്തപ്പഴം കുതിരാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുതിർന്നിട്ടുണ്ട് നല്ലോണം. പിന്നെ നമുക്കൊരു മിക്സീൻ്റെ ജാർ എടുത്ത് അതിലിട്ട് നമ്മൾ പഴം മുറിച്ച് കട്ട് ചെയ്ത് ഇടാം. നിങ്ങൾക്ക് എങ്ങനത്തെ ഷേപ്പ് വേണമെങ്കിൽ ആക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെയാണ് മുറിച്ചിടുന്നത്. എന്നിട്ട് നമ്മുടെ ഈത്തപ്പഴവും കൂടി ഇട്ടിട്ട് നല്ല പോലെ അരച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈത്തപ്പഴം ഇട്ട് കൊടുക്കാം. മധുരത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. പഞ്ചസാരയൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈത്തപ്പഴത്തിന് ആവശ്യത്തിനുള്ള മധുരമുണ്ട്. നമ്മൾ നല്ലോണം കുതിരാൻ വെക്കണം കേട്ടോ. അല്ലെങ്കിൽ ഈത്തപ്പഴം നമ്മുടെ മിക്സീൻ്റെ ജാറിലിട്ടപ്പോൾ ചിലപ്പോൾ അരഞ്ഞ് കിട്ടില്ല. അതിന് വേണ്ടിയിട്ട് നല്ല കുതിരുമ്പോൾ നല്ലപോലെ അരഞ്ഞ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കുതിരാൻ വെക്കുന്നത്. അപ്പം നമ്മൾ പഴവും ഈത്തപ്പഴവും നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഷേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ കുടിക്കാം. നമുക്കിനി ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് വേണമെങ്കിൽ കുടിക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു ഷേക്കാട്ടോ. പഴവും ഈത്തപ്പഴവും മാത്രമേ നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ബൂസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ബൂസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ബൂസ്റ്റും പാട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ.